ഹലോ ഗായ്സ്, വെൽക്കം ടു കരിയർ ടോക്സ് വിത്ത് അവോധ. ഇന്ന് നമ്മളുള്ളത് ഹീരയാണ്. ഹീര, വെൽക്കം. താങ്ക് യു സർ. ഹീരയുടെ പ്ലേസ് എവിടാണ്? ഞാൻ പാലക്കാടാണ്. പാലക്കാടാണ്. ഏതായിരുന്നു കോഴ്സ് എടുത്തിരുന്നത്? ഞാൻ മെഡിക്കൽ കോഡിംഗ് എടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ. ഇപ്പം എന്തായിട്ടാ വർക്ക് ചെയ്യുന്ന ഇന്റേൺഷിപ്പിലാണോ? ഇപ്പോ ഇന്ത്യൻ ട്രെയിനിങ് ആണ്. മെഡിക്കൽ ബില്ലിംഗിലേക്കാണ് കയറിയിരിക്കുന്നത്. ഓക്കെ. വർക്ക് ഫ്രം ഹോം ആണോ അതോ? അല്ല, വർക്ക് അറ്റ് ഓഫീസാണ്. വർക്ക് അറ്റ് ഓഫീസാണ്. കമ്പനി ഡീറ്റെയിൽസ് ഒന്ന് പറയാമോ? കമ്പനി ഇവിടെ എറണാകുളത്താണ്. വേവ് ഓൺലൈൻ ആണ് കമ്പനിയുടെ പേര്. RCM കമ്പനിയാണ്. കമ്പനി ഗുഡ് ആണ്. നല്ല സപ്പോർട്ടീവ് ആണ്. മാനേജ്മെന്റ് നല്ല സപ്പോർട്ടീവ് ആണ്. ട്രെയിനിങ് പീരീഡ് ആണ്, തുടങ്ങിയിട്ടേ ഉള്ളൂ. ട്രെയിനിങ് പീരീഡ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഗ്രേറ്റ് കൺഗ്രാറ്റ്സ് ഫ്രം ദ ഹോൾ അബോധ ഫാമിലി. അബോധയെ കുറിച്ച് എങ്ങനെയാണ് അറിഞ്ഞത്? അബോധയിൽ എങ്ങനെയാണ് എത്തിപ്പെട്ടത്? ആരെങ്കിലും റെക്കമെൻഡ് ചെയ്യുമായിരുന്നു? എന്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. ഫ്രണ്ട് പറഞ്ഞിട്ടാണ് ഞാൻ അബോധനെ കുറിച്ച് അറിയുന്നത്. അപ്പോ അത് അങ്ങനെ ആള് പറഞ്ഞു, ഞാൻ അന്വേഷിച്ച് പിന്നെ കോഴ്സ് ചൂസ് ചെയ്തു, എന്നിട്ട് പഠിക്കായിരുന്നു. അബോധയുടെ പ്ലേസ്മെന്റ്സ് എല്ലാം എങ്ങനെ ഉണ്ടായിരുന്നു? സപ്പോർട്ടീവ് ആയിരുന്നു? നല്ല സപ്പോർട്ടീവ് ആയിരുന്നു. ക്ലാസ്സുകളാണെങ്കിലും അല്ലെങ്കിൽ പിന്നെ ഒരുപാട് മോക്ക് ഇന്റർവ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇന്റർവ്യൂ ടിപ്സ്, പിന്നെ സ്റ്റഡി മെറ്റീരിയൽസ് എല്ലാം ത്രൂ ഓൺലൈൻ തന്നെ ആയിരുന്നു. നല്ല ബെറ്റർ ആയിരുന്നു, ഗുഡ് ആയിരുന്നു. എബ്രോഡ് പോകാൻ താല്പര്യമുണ്ടോ? താല്പര്യമുണ്ട്, ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്. എക്സാം ട്രൈ ചെയ്യുന്നുണ്ട്. അതെ, അപ്ലൈ ചെയ്തിട്ടില്ല, ട്രൈ ചെയ്യുന്നുണ്ട്. എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പം നമ്മുടെ സ്റ്റുഡൻസിനുണ്ട് ഒരുപാട് എൻക്വയറീസ് വരുന്ന ഒരു കോഴ്സാണ് മെഡിക്കൽ കോഡിംഗ്. നമ്മൾ ഒരുപാട് സ്റ്റുഡൻസ് കാര്യങ്ങൾ ചോദിക്കുന്നത്. അപ്പൊ അവർക്ക് വേണ്ടി എന്താണ് ഈ മെഡിക്കൽ കോഡിംഗ്, എന്താണ് അതിനകത്ത് വരുന്ന ജോബ്, ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? പലർക്കും അത് അറിയില്ല എന്താണ്. മെഡിക്കൽ കോഡിംഗ് എന്ന് പറയുമ്പോൾ നമ്മള് മറ്റേ ഹോസ്പിറ്റൽ, അതായത് ഫോറിനേഴ്സ് പ്രൊവൈഡേഴ്സ് എന്താണ് അവരുടെ ഡയഗ്നോസിസും പിന്നെ പ്രൊസീജിയേഴ്സ് എല്ലാം കോഡ് ചെയ്യുന്നതാണ് മെഡിക്കൽ കോഡിംഗ് എന്ന് പറയുന്നത്. ആൽഫാന്യൂമറിക് കോഡ്സ് ആയിട്ട് കോഡ് ചെയ്യുന്നതാണ് മെഡിക്കൽ കോഡിംഗ്. അത് ഇപ്പൊ ശരി, കരിയറിലേക്ക് നോക്കുകയാണെങ്കിൽ ബെറ്റർ ഓപ്പർച്യൂണിറ്റി ആണ്. അതായത് നല്ല ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട്. പിന്നെ ഒരുപാട് വേക്കൻസി കാര്യങ്ങളും മെഡിക്കൽ കോഡിംഗിലേക്ക് വരുന്നുണ്ട്. അതുകൊണ്ടാണ് ചൂസ് ചെയ്യാൻ തന്നെ കാരണം. എടുക്കുന്ന ആർക്കായാലും നല്ലതായിരിക്കും എന്ന് വിചാരിക്കും. ഓക്കെ. മെഡിക്കൽ കോഡിംഗ് ചൂസ് ചെയ്യുന്ന ഒരുപാട് അബോധയിലെ സ്റ്റുഡൻസ് ഉണ്ട്. അവർക്കും അബോധയിലെ ക്ലാസ്സിനെ കുറിച്ച്, അബോധയിലെ മെഡിക്കൽ കോഡിംഗ് എങ്ങനെ ഉണ്ടായിരുന്നു? കൂടുതലും 6 months ആണ് വേറെ ഇതെല്ലാം അക്വയർ ചെയ്യുന്നത്. അപ്പൊ അബോധ നൽകുന്നത് 3 months ആണ്. വിത്ത് ട്രെയിനിങ് ആയതുകൊണ്ടാണ് 3 months ആയിരുന്നു. അപ്പം അതെങ്ങനെ ഉണ്ടായിരുന്നു? അതിന്റെ ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാം. ട്രെയിനിങ് നല്ല ബെറ്റർ ആയിരുന്നു, കാരണം മനസ്സിലാവുന്ന രീതിയിലായിരുന്നു. ക്ലാസ്സുകളൊക്കെ നല്ല മലയാളത്തിൽ തന്നെ ആയിരുന്നു. എന്താ പറയാ, എല്ലാം മനസ്സിലാവുന്ന രീതിയിലുള്ള ക്ലാസ്സുകളാണ്. പിന്നെ നല്ല എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നുണ്ടായിരുന്നു. പിന്നെ സ്റ്റഡി മെറ്റീരിയൽസ് ത്രൂ ഡ്രൈവ് ആയിരുന്നു. അതില് ബുക്സിന്റെ എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ അതുകൊണ്ട് തന്നെ ക്ലാസ് മനസ്സിലാവുന്നത് കൊണ്ട് ഈസി ആയിട്ട് കവർ ചെയ്യാൻ പറ്റി, കുഴപ്പമില്ലായിരുന്നു. ലൈവ് സെഷൻസ് ഒക്കെ അറ്റൻഡ് ചെയ്യാറുണ്ടായിരുന്നു ഡൗട്ട്സ് വരുമ്പോൾ? ലൈവ് സെഷൻ, ഡൗട്ട്സ് വരുന്ന സമയത്ത് ലൈവ് സെഷൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് എങ്ങനെ യൂസ്ഫുൾ ആയിരുന്നു? നല്ല രീതിയിൽ യൂസ്ഫുൾ ആയിരുന്നു? അതെ, നല്ല യൂസ്ഫുൾ ആയിരുന്നു. ആദ്യം എങ്ങനെയാണ് കോഡിങ് ചെയ്യുക, അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ക്ലാസ് ആദ്യം കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഡൗട്ട് വന്ന് എന്താണെന്ന് അറിഞ്ഞ സമയത്താണ് ഇതിപ്പോ എങ്ങനെയാണ് കോഡിങ് എങ്ങനെയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഓരോ കോഡ് ചൂസ് ചെയ്യുന്നത്, അതിനെ കുറിച്ചൊരു വ്യക്തത കിട്ടിയത് നമ്മൾ ഈ ലൈവ് സെഷനിൽ വന്ന് ഡൗട്ട് ക്ലാരിഫൈ ചെയ്തപ്പോഴാണ്. അങ്ങനെയായിരുന്നു. അപ്പൊ ഈ ഒരു 2800 എന്നൊരു കോഴ്സ് പാക്കേജ് ആണ് അബോധ പ്രൊവൈഡ് ചെയ്യുന്നത്, പേ ആഫ്റ്റർ പ്ലേസ്മെന്റ്. അപ്പൊ ആദ്യം ഇത് കേട്ടപ്പം എന്ത് തോന്നിയിരുന്നു? മെഡിക്കൽ കോഡിംഗ് 2800 ഇത് വർത്ത് ആയിരിക്കുമോ? ഈ കോഴ്സ് അത്ര മെഡിക്കൽ കോഡിങ്ങിന്റെ ആദ്യം കേൾക്കുന്ന സമയത്ത് ആദ്യം എന്താ മെഡിക്കൽ കോഡിംഗ് എന്താണെന്ന് അറിയാത്തൊരു ഇതായിരുന്നു. പിന്നെ അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ചപ്പോ ഇത് 3 month കോഴ്സാണ്. പക്ഷെ ഇതിനേക്കാളും ബെറ്റർ ആയിട്ട് ഇപ്പോ ഡ്യൂറേഷൻ കൂടുതലുള്ള കോഴ്സുകൾ ഉണ്ട് എന്ന് അറിഞ്ഞായിരുന്നു. പക്ഷെ അതിനനുസരിച്ച് ഫീസ് കാര്യങ്ങൾ കൂടുതലായിരുന്നു. പക്ഷെ അത് അഫോർഡബിൾ ആയിരുന്നില്ല. പിന്നെ ആലോചിച്ച സമയത്ത് ഇത് ബെറ്റർ ആണ്. ഇപ്പൊ 2800 ആണെങ്കിലും ഫസ്റ്റ് നമ്മൾ പഠിക്കാനുള്ള ഒരു കോഴ്സ് ഫീസ് എന്ന് പറയുന്നത് 2800 ആയതുകൊണ്ട് ബെറ്റർ ഓപ്ഷൻ ആണ്. ആർക്കും ചൂസ് ചെയ്ത് പഠിക്കാം. പിന്നെ പ്ലേസ്ഡ് ആയിട്ട് പിന്നെ അതിനെ കുറിച്ച് ആലോചിച്ചാൽ മതിയല്ലോ. അപ്പൊ പിന്നെ എല്ലാം ബെറ്റർ ആണ് കോഴ്സ് ഫീസും. അബോധയുടെ ക്ലാസ് ഒക്കെ റെക്കോർഡ് ക്ലാസ്സസ് ആണോ? അത് ഓക്കെ ആയിരുന്നു?
അത് ഓക്കെ ആയിരുന്നു, ബെറ്റർ ആയിരുന്നു. ഓൺലൈൻ ക്ലാസ് റെക്കോർഡഡ് ആയതുകൊണ്ട് എപ്പോ വേണമെങ്കിലും കാണാൻ പറ്റും. ഞാൻ ഓൾറെഡി വർക്ക് ചെയ്യുന്ന സമയത്താണ് ഇത് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ എനിക്ക് പഠിക്കാൻ പറ്റുന്നത് നൈറ്റ് ആയിരുന്നു. നൈറ്റ് ടൈമിലായിരുന്നു എനിക്ക് പഠിക്കാൻ പറ്റുന്നത്. അപ്പോൾ ഓൺലൈൻ ക്ലാസ് ത്രൂ ലൈവ് ആയിരുന്നെങ്കിൽ ചിലപ്പോൾ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. പക്ഷെ വീഡിയോ ക്ലാസ്സസ് ആയതുകൊണ്ട് എനിക്ക് എപ്പോ വേണമെങ്കിലും അറ്റൻഡ് ചെയ്യായിരുന്നു. പിന്നെ ഡൗട്ട് കാര്യങ്ങളെല്ലാം അതെ എല്ലാം ക്ലാരിഫൈ ആയിട്ട് പഠിക്കാൻ പറ്റിയായിരുന്നു. നമ്മുടെ അബോധയില് ഇനിയോ പിന്നെ അബോധയില് ഒരുപാട് കുട്ടികളെ മെഡിക്കൽ കോഡിങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവരുണ്ട്, അഡ്മിഷൻ എടുക്കാനുള്ളവരുണ്ട്. അപ്പം അവരോടൊക്കെ എന്താണ് സജഷൻസ് പറയാനുള്ളത്? അവരോട് മെഡിക്കൽ കോഡിങ് നല്ല അബോധയിൽ ചെയ്യുന്നത് വർത്താണോ? എന്താണ് അവരോട്? അതെ, കാരണം അവോധ എന്ന് പറയുമ്പോൾ നമ്മള് ഒരു ചെറിയൊരു എമൗണ്ടിൽ തുടങ്ങിയിട്ട് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് ഒരു പ്ലേസ്ഡ് ആവാന്ന് പറയുന്നത് വലിയ കാര്യം തന്നെയാണ്. അപ്പോ അവോധ നല്ല ഒരു ഇതായിരിക്കും കരിയറിലേക്ക്. ഇപ്പം ഇന്റേൺഷിപ്പ് എവിടെയാണോ? കമ്പനിയുടെ പ്ലേസ് എവിടെയായിരുന്നു? എറണാകുളത്താണ്. അപ്പം ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ. ആൻഡ് നല്ലൊരു സ്ഥലത്ത് പ്ലേസ്മെന്റ് ആവാൻ എല്ലാവിധ ഇതും നമ്മൾ പറയുന്നു. അതിനുശേഷം പ്ലേസ്മെന്റിന് ശേഷം നമുക്ക് വീണ്ടും ശരിക്കും താങ്ക്സ് പറയുന്നത് അവോധയിൽ തന്നെയാണ്. കാരണം ഇവിടെ എത്താൻ തന്നെ കാരണം അവോധയാണ്. അപ്പോ അതുകൊണ്ട് അവോധയ്ക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. ഓൾ ദി ബെസ്റ്റ് ഫോർ ഫ്യൂച്ചർ. ഫിലിം അക്കാഡമി എന്ന് പറഞ്ഞ ഒരു അക്കാഡമിയിലാണ്. എനിക്ക് SBI ക്യാപ്പിലാണ് ജോലി റെഡി ആയിരിക്കുന്നത്. മൈത്ര കമ്മ്യൂണിറ്റീസ്